ഹാപ്പി ക്രിസ്മസ് പ്രിയ സഹോദരങ്ങളെ. അങ്ങനെ പറഞ്ഞു 25-ാം തീയതി ആഗതമായിരിക്കുകയാണ്. ഈ ദിനത്തിൻ്റെ എല്ലാം നമ്മൾ ഈ 25 ദിവസം എന്തൊക്കെ എനിക്കറിയുന്ന പാതിരാ കുർബാന നിങ്ങൾ അർപ്പിച്ചപ്പോഴും അതുപോലെ തന്നെ ബലിയർപ്പണങ്ങളിലൊക്കെ ശരിക്കും ഒരു ആഗ്രഹത്തോടു കൂടി ബലി അർപ്പിച്ചിട്ടുണ്ടാകും എന്ന് അറിയാം. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ക്രിസ്തുവിനെ ശരിക്കും ഒരു ക്രിസ്തു അനുഭവത്തിന് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ അതിനു വേണ്ടിയാണല്ലോ അല്ലേ കഴിഞ്ഞ 25 ദിവസങ്ങളിൽ നമ്മൾ പ്രമാണങ്ങളിലൂടെയും മൂലപാപങ്ങളിലൂടെയും കാരുണ്യ പ്രവൃത്തികളിലൂടെയൊക്കെ നമ്മുടെ കടന്നു പോവുകയായിരുന്നു. എന്തായാലും നമ്മുടെ ഏതൊക്കെ മേഖലകളിൽ ശരിക്ക് ഒരു പടി കൂടി മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച എല്ലാ മേഖലകളിലും കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഹോസിയ പ്രവചനം 12:6. അവിടെ വചനം പറയാണ്, ആകയാൽ നിന്റെ ദൈവത്തിൻ്റെ സഹായത്തോടെ തിരിച്ചു വരിക, നീതിയും സ്നേഹവും മുറുകെ പിടിക്കുക, നിന്റെ ദൈവത്തിന് വേണ്ടി നിരന്തരം കാത്തിരിക്കുക. അപ്പോൾ 25 നോമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാമായി നമ്മൾ വിചാരിക്കരുത്. നമ്മുടെ നിൻ്റെ ദൈവത്തിന് വേണ്ടി നിരന്തര കാത്തിരിപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ നിരന്തരമുള്ള കർത്താവിലേക്കുള്ള യേശുവിലേക്കുള്ള തിരിച്ചുവരവ് അത് നിരന്തരമായൊരു പ്രോസസ്സാണ്. അപ്പോൾ നമുക്കറിയാം, തുടർന്ന് നമുക്ക് തിരുനാളുകളും ജനുവരി മാസം എന്ന് പറഞ്ഞാൽ തിരുനാളുകളുടെ അല്ലേ നമുക്ക് ചിലപ്പോഴെങ്കിലും ഒരാൾ ഹാസ്യരൂപത്തിൽ പറഞ്ഞതാണെങ്കിലും അതിൽ കുറച്ച് കാര്യമില്ല എന്നില്ല. ഒരു വർഷം മുഴുവൻ ക്രിസ്തുമസിൻ്റെ, ഈസ്റ്ററിൻ്റെ, അതുപോലെ തന്നെ 8 നോമ്പ്, അതുപോലെ 15 നോമ്പ്, അമലോത്ഭവമാതാന ഒരുക്കമായിട്ടുള്ള നോമ്പ്, അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് അതെല്ലാം നശിപ്പിക്കുന്ന സമയമാണ് ചിലപ്പോഴെങ്കിലും ജനുവരി മാസം എന്ന് തമാശ രൂപേണ പറഞ്ഞതായിരിക്കും. പക്ഷെ അതിൽ ഒരു ഇച്ചിരി ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതില്ലേ എന്ന് കൂടി നമ്മളൊന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ 25-ാം തീയതി തന്നെ നമുക്ക് എന്തൊക്കെ ആഘോഷ പരിപാടികൾ എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും ഈശോയെ വിട്ടുകൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഈശോയെ നഷ്ടപ്പെടുത്തിയിട്ടുള്ളൊരു ആഘോഷത്തിനും ഞാൻ പോകില്ല എന്ന തീരുമാനത്തോടെ വേണം പ്രിയ സഹോദരങ്ങളെ നമ്മൾ വ്യാപരിക്കാൻ എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ 25 ദിനങ്ങളിൽ എന്തൊക്കെ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചിട്ടുണ്ടോ ആ മേഖലകളിലെല്ലാം ഈശോ അവതീർണനാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.